കാവേരി നദിയുടെ നടുവിൽ ഒരു ദ്വീപ്. ആ ദ്വീപിന്റെ നിശബ്ദതയിൽ ഇന്നും കേൾക്കാം കാലത്തിന്റെ മൃദുവായ ചുവടുകൾ. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉയർന്ന ഒരു മഹാക്ഷേത്രം. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും വീഴ്ചയും കണ്ട ഒരു ദൃക്സാക്ഷി. യുദ്ധങ്ങളുടെ പുകമഞ്ഞിനിടയിലും നിലനിന്ന ആത്മീയതയുടെ ശ്വാസം. ഇതാണ് മൈസൂരിലുള്ള ശ്രീരംഗപട്ടണത്തിലെ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. ഇത് വെറുമൊരു ക്ഷേത്രമല്ല, ദക്ഷിണേന്ത്യയിലെ പഞ്ചരംഗ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേത്, ആദിരംഗ. ഒരു ദിവസം ഈ കല്ലുകൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ദക്ഷിണേന്ത്യയുടെ മറഞ്ഞുപോയ ചരിത്രം വീണ്ടും കേൾക്കാനാവുമോ? ഇന്ന് നമുക്ക് ഈ നിശബ്ദ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന രംഗനാഥ ക്ഷേത്രത്തിന്റെ ചരിത്ര താളുകളിലേക്ക് ഒന്ന് ഉറ്റുനോക്കാം. കേരളത്തിൽ നിന്ന് ഇവിടെ എത്താനുള്ള ഏറ്റവും എളുപ്പവഴി മൈസൂർ വഴിയാണ്. കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം എവിടെ നിന്നായാലും മൈസൂരിലേക്ക് ട്രെയിനും ബസ്സും ലഭ്യമാണ്. മൈസൂരിൽ നിന്ന് വെറും 18 കിലോമീറ്റർ മാത്രം. യാത്ര പതുക്കെ കാവേരിയാൽ ചുറ്റപ്പെട്ട ദ്വീപിലേക്ക് കടക്കുമ്പോൾ അതൊരു പുതിയ നഗരത്തിലേക്കുള്ള പ്രവേശനം പോലെ തോന്നില്ല. പകരം കാലത്തിന്റെ പിന്നിലേക്ക് തിരിച്ചു നടക്കുന്നതുപോലെ തോന്നും. ആദ്യമായി കാണുന്നത് കോട്ടമതിലുകൾ, പിന്നീട് പഴയ വഴികൾ, അവസാനം നിശബ്ദമായി ഉയർന്നു നിൽക്കുന്ന ഗോപുരം. അവിടെ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ശ്രീരംഗപട്ടണം എന്ന പേര് തന്നെയാണ് ഈ നഗരത്തിന്റെ ആത്മാവ്. ശ്രീരംഗനാഥന്റെ നഗരം. കാവേരിയാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് പുരാതന കാലം മുതൽ ആത്മീയ കേന്ദ്രമായിരുന്നു. ലഭ്യമായ ശിലാലിഖിതങ്ങളെയും പുരാവസ്തുരേഖകളെയും അടിസ്ഥാനമാക്കി കാലവർഷം 894 ഇവിടെ പ്രധാന ക്ഷേത്ര നിർമ്മാണം നടന്നുവെന്ന് കരുതപ്പെടുന്നു. പശ്ചിമഗംഗ വംശത്തിലെ പ്രാദേശിക ഭരണാധികാരിയായ തിരുമല്ലയ്യാണ് പ്രാരംഭ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അതിനു മുമ്പ് ഇവിടെ ചെറിയൊരു വിഷ്ണു ആരാധനാ കേന്ദ്രമുണ്ടായിരുന്നിരിക്കാമെന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. കാലം കടന്നുപോയി, രാജവംശങ്ങൾ മാറി. പക്ഷേ ഈ മഹത്വ സൃഷ്ടി വളർന്നുകൊണ്ടേയിരുന്നു. ഈ ക്ഷേത്രം വിജയനഗര ഹൊയ്സാല ശൈലിയിലാണ് പ്രധാനമായും പണി കഴിപ്പിച്ചിരിക്കുന്നത്. 12ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഹൊയ്സാല സാമ്രാജ്യം ഈ പ്രദേശത്തെ സ്പർശിച്ചു. വിഷ്ണുവർദ്ധനന്റെ കാലത്ത് ശ്രീരംഗപട്ടണം വലിയൊരു വൈഷ്ണവ കേന്ദ്രമായി വളർന്നു. അവരിവിടെ ആത്മീയ ഗുരുവായ ശ്രീ രാമാനുജാചാര്യർക്കു ഭൂമി നൽകിയതായും രേഖകളുണ്ട്. ക്ഷേത്രത്തിന്റെ ചരിത്രം, നിർമ്മാണം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കുറിപ്പുകൾ ക്ഷേത്രത്തിന്റെ 2 വശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ശിലാശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃദുവായ കല്ലിൽ അതിസൂക്ഷ്മമായി കൊത്തിയ ദൈവമുഖങ്ങൾ, ദശാവതാര കഥകൾ, വിജയനഗര വാസ്തുവിദ്യയുടെ അടയാളമായ യാളിരൂപങ്ങൾ തൂണുകളിൽ നിരനിരയായി കാണാം. സിംഹത്തിന്റെ മുഖവും ആനയുടെ തുമ്പിക്കൈയും കുതിരയുടെ ഉടലുമുള്ള ഈ കാവൽ രൂപങ്ങൾ ദുഷ്ടശക്തികളെ അകറ്റുന്നു എന്നാണ് വിശ്വാസം. കല്ലിനുള്ളിൽ ജീവൻ പകർന്ന ശില്പികളുടെ കൈപുണ്യം. പ്രത്യേകിച്ച് ഹൊയ്സാല ശൈലിയിലുള്ള 24 വിഷ്ണു രൂപങ്ങൾ ഒരു നിമിഷം നമ്മെ ബേലൂരിലെയും ഹലേബീഡുവിലെയും ക്ഷേത്രങ്ങളെ ഓർമ്മപ്പെടുത്തും. ഇത് ഹൊയ്സാല കലയുടെ സവിശേഷതയാണ്. കാലം വീണ്ടും മാറി. ഹൊയ്സാലരുടെ പിന്നാലെ വിജയനഗര സാമ്രാജ്യമെത്തി. അപ്പോൾ ക്ഷേത്രം പുതിയൊരു രൂപം സ്വീകരിച്ചു. ഉയരമുള്ള ഗോപുരങ്ങൾ, വിശാലമായ പ്രകാരങ്ങൾ, വിപുലമായ തുറന്ന മണ്ഡപങ്ങൾ. 1454 വിജയനഗര ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഹെബ്ബാർ തിമ്മണ്ണ ക്ഷേത്രത്തിന്റെ പുറംഭാഗങ്ങൾ ശക്തിപ്പെടുത്തിയതായി കരുതപ്പെടുന്നു. ശേഷം അധികാരത്തിൽ വന്ന ശ്രീരംഗരായന്റെ കാലത്ത് വികസനം തുടർന്നു. ഇന്ന് ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഉയർന്നു നിൽക്കുന്ന ഗോപുരം നോക്കുമ്പോൾ വിജയനഗരത്തിന്റെ ശക്തി ഇന്നും അനുഭവിക്കാം.